ഓൺലൈനിൽ വാങ്ങിയ മുട്ടക്കറിയിൽ വെന്ത ഒച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. എറണാകുളം പരവൂരാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു കുടുംബത്തിലെ ഒരാൾ ഓൺലൈനിൽ പരവൂർ KSRC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചായപീഡിയ എന്ന ഹോട്ടലിൽ നിന്ന് മുട്ടക്കറി അതുപോലെ ചപ്പാത്തിയൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചു. പണവും കൊടുത്തു. വീട്ടിൽ കുട്ടികളോടൊപ്പം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം മുട്ടക്കറിയോടൊപ്പം ഒരു ഒച്ചിനെയും കണ്ടു. വെന്ത് ഒരു ഒച്ച്, സാമാന്യം വലിപ്പമുണ്ട്. ഉടൻ തന്നെ അവരെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനെയും അതുപോലെ ആരോഗ്യ വകുപ്പിനെയും പറവൂർ നഗരസഭയിലെ അറിയിച്ചു. അവിടെ കൃത്യമായ നടപടി ഉടനെടുത്തു. അവിടുത്തെ ആരോഗ്യ വകുപ്പിൻ്റെയും ഭക്ഷ്യസുരക്ഷയുടെയൊക്കെ മേലധികാരിയായ ജോബി പഞ്ഞിക്കാരൻ ഉടൻ തന്നെ രംഗത്തെത്തി. ഹോട്ടൽ പരിശോധിച്ചു. ശുചിത്വമില്ല എന്ന് കണ്ടെത്തി. ഹോട്ടൽ പൂട്ടി. വേറെ ഒച്ചിനെയൊന്നും അവിടുന്ന് കിട്ടിയില്ല. മുട്ടക്കറിയിലെ സാമാന്യം വലിപ്പമുള്ള ഒരു ഒച്ച് വെന്ത് ആ കറിയോടൊപ്പം ആ വീട്ടിലെത്തി എന്നുള്ളതാണ്. ഇത് വലിയ വാർത്തയായി. സോഷ്യൽ മീഡിയയിൽ ഇതങ്ങ് പടർന്ന് പന്തലിച്ചു. ചായപീഡിയ എന്ന KSRC ബസ് സ്റ്റാൻഡിനടുത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. അത് ഉടനെ പൂട്ടിച്ചു. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ അങ്ങ് ലൈവായോടുകൂടി കളമശ്ശേരിയിലെ നഗരസഭയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ ഹെൽത്ത് വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഉണർന്നു. അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മറ്റും പല ഹോട്ടലുകളും കയറി. അവിടെ ഭക്ഷ്യസുരക്ഷയുടെ വിഭാഗങ്ങൾ അവിടുത്തെ ഫുഡ് പരിശോധിച്ചപ്പം പലയിടത്തും മോശമായ ഫുഡ് കണ്ടെത്തി. അവർ നടപടിയെടുത്തു. അതുപോലെ തന്നെ കളമശ്ശേരിയിലെ ജമാൽ മണക്കാടൻ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ അവരും ടീമും പല ഹോട്ടലുകളിലും കയറി ഇറങ്ങി പരിശോധന നടത്തി. ആലുവയിൽ ഇത് കളമശ്ശേരിയിൽ കഴിഞ്ഞപ്പം സോഷ്യൽ മീഡിയയിൽ വാർത്തയായപ്പം ആലുവയിൽ 3 ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മറ്റും പിടിച്ചെടുത്തു. അവർക്ക് നോട്ടീസ് കൊടുത്തു. പല ഹോട്ടലുകളും അടച്ചു. ഏതായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായതോടുകൂടിയാണ് ആലുവയിലും അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലും പറവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹോട്ടലുകളിലെ തുടർച്ചയായ പരിശോധന അവർ നടത്തിയത്. പഴകിയ ഭക്ഷണങ്ങൾ ധാരാളം കണ്ടെത്തി. അതൊക്കെ പിടിച്ചെടുത്തു, കേസെടുത്തു. ഏതായാലും പൊതുവെ ഈ നഗരസഭയിലെ 3 നഗരസഭയിലെയും അവർ ചെയ്ത പ്രവൃത്തികൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹോട്ടലുകൾ അതുപോലെ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കീഴിലുള്ള ഹോട്ടലുകളിലൊക്കെ പരിശോധന അപങ്ങരം തുടരണമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ധാരാളം രോഗങ്ങളിപ്പം മലയാളികളെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇതുപോലെയുള്ള പല പല സംഭവങ്ങളും മോശമായ ഭക്ഷണങ്ങൾ എല്ലാവരും ഓൺലൈനിലൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. പല വീടുകളിൽ ഇപ്പം അവിടെ ഭക്ഷ്യപദാർത്ഥങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ഓൺലൈനിലാണ്. 1-2 പേരുള്ളിടത്തൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് ലാഭകരമെന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൻ്റെ സംസ്കാരം മാറുകയാണ്. നമ്മൾ പലരും ഇപ്പോൾ ഹോട്ടലിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അവിടെ അത്ര വലിയ ശുചിത്വമൊന്നും ഉണ്ടാകില്ല. പല രോഗങ്ങൾക്കും അടിസ്ഥാനം ഭക്ഷ്യവസ്തുക്കൾ മാറിക്കഴിക്കുന്നതുകൊണ്ടും മോശമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ്. മലയാളികളെ പൊതുവെ ആരോഗ്യപരമായി പല രോഗങ്ങളിപ്പം പിടിക്കപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ സർവ്വവ്യാപിയായ ഒരു രോഗമായി മാറി. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പം പൊതുവെ കുറേ മാസങ്ങളായിട്ട് കോൾഡും പനിയും കുട്ടികളെയും വലിയവരെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മുടെ അന്തരീക്ഷം മോശമായി. ഇത് തന്നെയല്ല, നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഈ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ കുറേയൊക്കെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ അവർ ശേഖരിക്കുന്നെങ്കിലും അതുകൊണ്ട് ഇടുന്ന സ്ഥലങ്ങളും മല പോലെ മോശമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. വേസ്റ്റുകൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിക്കടി രോഗങ്ങൾ കൂടിക്കൂടി വരും. ശുചിത്വമായിട്ട് കഴിവുള്ളിടത്തോളം നമ്മൾ ആഹാരം ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുക. ഹോട്ടലിലേക്ക് ആശ്രയിച്ച് കഴിയുമ്പോൾ 2-3 ദിവസത്തെ അവരുടെ ഭക്ഷ്യവസ്തുക്കൾ അവർ ചൂടാക്കി ഒക്കെ ഫ്രിഡ്ജ് വെച്ചും ഒക്കെ നമുക്ക് തരും. അതവരുടെ ബിസിനസ്സാണ്. അല്ലെങ്കിൽ അവർക്ക് നഷ്ടം രേഖപ്പെടും. അതുകൊണ്ട് ഒച്ച്
ഒരു പക്ഷി ഇങ്ങനെ പുഴുങ്ങി കിട്ടിയോണ്ട് അത് തീർച്ചയായിട്ടും ആ ഒച്ചിൻ്റെ ആ ഭക്ഷ്യാംശം നല്ലതാണെന്നാണ് പൊതുവെ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഒച്ച് കൃഷി ചെയ്ത് അതിൻ്റെ മാംസം ഭക്ഷിക്കുന്ന വളരെയധികം രാജ്യങ്ങളുണ്ട്. അത് നല്ല കൃഷിയായിട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അത് കഴിഞ്ഞൊരു ദിവസം ഈ പ്രൈം വിറ്റ്നസിൽ തന്നെ ഞാനത് പറയുകയും ചെയ്തു. വ്യാപകമായി പല സ്ഥലങ്ങളും ഒച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ല അതിൻ്റെ മാംസം വളരെ രുചികരമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ മുട്ടയ്ക്കകത്ത് ഒരു ഒച്ചിനെ കണ്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വയറൊന്നും അപ്സെറ്റ് ആവില്ല. പക്ഷേ അതിൻ്റെ മജ്ജയും മാംസവും ഒപ്പം അതിൻ്റെ ഷെല്ലിൻ്റെ അംശങ്ങളും കൂടിക്കലർന്ന് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഡൈജസ്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഷെല്ല്. എങ്കിലും പൊതുവേ ഹൈജീനിക് ആയിരിക്കണം നമ്മൾ വീടുകളിലും അതുപോലെ ഹോട്ടലുകളിലും എല്ലാം വാങ്ങുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മുട്ടയ്ക്കകത്ത് ഒരു ഒച്ചും കൂടെ കയറി വന്നത് വലിയ വാർത്തയായി സോഷ്യൽ മീഡിയയിൽ. അത് പല സ്ഥലങ്ങളിലും അതുകൊണ്ട് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ ഹോട്ടലുകളിലെ ഭക്ഷണം ഈ ഒരു സംഭവം വാർത്തയോടുകൂടി അവർ റെയ്ഡിന് മുതിരുന്നു, നടപടികളെടുക്കുന്നു.